ഹലോ എവരിവൺ. അപ്പോൾ ഇന്ന് വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഓട്സിൻ്റെ റെസിപ്പിയാണ്. ഓട്സ് കേക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു കേക്ക് നമുക്ക് ഉണ്ടാക്കാനായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. ഒരു ഹെൽത്തി റെസിപ്പിയാണ്. ഞാനിങ്ങനെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ പലതവണ കണ്ടു ആളുകളിത് കഴിക്കുന്നത്. ഇതിന് ഒരു പഴം, നന്നായി പഴുത്തൊരു പഴം, പിന്നെ അത്യാവശ്യം ഓട്സ്, ഒരു ചെറിയൊരു കപ്പ് ഓട്സാണ് ഞാൻ എടുത്തത്, ഒരു എഗ്ഗ്, അത് ഇത്രയും നന്നായിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഓട്സ് നമുക്ക് കുറച്ചുകൂടി വേണമെങ്കിൽ ഒന്ന് പൊടിച്ചിട്ടിടുകയാണെങ്കിൽ, ക്രഷ് ചെയ്തിടുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു കേക്ക് ഫോമിലേക്ക് കിട്ടും. പിന്നെ അതൊന്ന് ലൂസാക്കാൻ വേണ്ടി കുറച്ചുകൂടി പാൽ ഞാൻ ആഡ് ചെയ്തു. അങ്ങനെ ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തു. ബാറ്റർ ഒരുപാട് ലൂസാവാൻ പാടില്ല. പാലൊഴിച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി ലൂസായ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഓട്സ് ഇട്ടു. അതിലേക്ക് ഞാൻ ചെറിയൊരു മധുരത്തിന് വേണ്ടി ശർക്കര ആഡ് ചെയ്തു. ശർക്കര, പൊടിയുള്ള ശർക്കരയും പിന്നെ ചോക്ലേറ്റിൻ്റെ ചെറിയ ചെറിയ പീസസ് കൂടി ആഡ് ചെയ്തു. ഇനി ഞാനതൊന്ന് ഓവനിൽ വെക്കാൻ പോവാണ്. ജസ്റ്റ് ഇതെല്ലാം മിക്സ് ചെയ്ത് പാത്രത്തിലെടുത്ത് ഓവനിലേക്ക് വെക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. ഫൈനലി ഞാൻ പ്രതീക്ഷിച്ച പോലെ അല്ല, നല്ലൊരു ഒരു ലുക്കിലാണ് വന്നത്. ആ ട്രെയിനൊന്നും ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് ആ സമയം തന്നെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഓവനിൽ നിന്ന് എടുത്ത സമയം തന്നെ അത് ടേസ്റ്റ് ചെയ്തു. ഞാൻ വിചാരിച്ച പോലെയല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഓട്സ് ഫുൾ ഓട്സ് ആവാതെ അതൊന്ന് പൊടിച്ചിട്ട് ഇടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു കേക്ക് ഫോമിലേക്ക് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനത്തെ.